ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. സിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വാർഡിൽ ജോലി ചെയ്യുമ്പോഴാണ് നഴ്സ് അഞ്ജലി 7 വയസ്സുകാരൻ അപ്പുവിനെ പരിചയപ്പെടുന്നത്. ലുക്കീമിയ ബാധിച്ച് മാസങ്ങളായി അവൻ അവിടെയുണ്ട്. മറ്റു കുട്ടികളെപ്പോലെയല്ല അപ്പു. അവൻ വല്ലാതെ ശാന്തനാണ്. കയ്യിൽ എപ്പോഴും ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പി ഉണ്ടാകും. വാർഡിലെ എല്ലാവർക്കും അപ്പുവിനെ ജീവനായിരുന്നു. അഞ്ജലി അവന് മരുന്ന് കൊടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവൻ ആ ഡപ്പി തുറന്ന് കാണിക്കും. അതിൽ നിറയെ പല നിറത്തിലുള്ള മിഠായി പൊതികളായിരുന്നു. ഒരു ദിവസം അഞ്ജലി ചോദിച്ചു, അപ്പുക്കുട്ട, ഇത്രയും മിഠായികൾ ഉണ്ടായിട്ടും നീ എന്താ ഒരെണ്ണം പോലും കഴിക്കാത്തത്? പല്ല് കേടാകുമെന്ന് പേടിയാണോ? അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല സിസ്റ്ററെ, ഇത് എനിക്കുള്ളതല്ല, എന്റെ അനിയൻ കണ്ണന് വേണ്ടിയുള്ളതാ. അവന് മിഠായി ഭയങ്കര ഇഷ്ടമാ. ഞാൻ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നതാ. അപ്പുവിന്റെ അച്ഛനും അമ്മയും ദിവസവും വരും. പക്ഷെ അനിയനെ വാർഡിലേക്ക് പ്രവേശിപ്പിക്കില്ലായിരുന്നു. അപ്പു ഓരോ ദിവസവും തനിക്ക് കിട്ടുന്ന മിഠായികൾ ആ ഡപ്പിയിൽ ശേഖരിച്ചു വെച്ചു. നാളെ ഡിസ്ചാർജ് ആകുമോ എന്ന അവന്റെ ചോദ്യത്തിന് മുന്നിൽ അഞ്ജലി പലപ്പോഴും ഉത്തരം കിട്ടാതെ നിന്നു. പ്രതീക്ഷയേറ്റ രാത്രി അപ്പുവിന്റെ നില പെട്ടെന്ന് വഷളായി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അവൻ വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു. ബോധം മറയുന്നതിന് മുൻപ് അവൻ അഞ്ജലിയുടെ കൈ പിടിച്ചു ആ മിഠായി ഡപ്പി ഏൽപ്പിച്ചു. സിസ്റ്ററെ, കണ്ണൻ വരും, അവന് ഇത് കൊടുക്കണേ, അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ആ രാത്രി അപ്പു ഈ ലോകത്തോട് വിട പറഞ്ഞു. അഞ്ജലിക്ക് അത് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. അടുത്ത ദിവസം രാവിലെ അപ്പുവിന്റെ മാതാപിതാക്കൾ വന്നപ്പോൾ അവൾ ആ മിഠായി ഡപ്പി അവർക്ക് കൈമാറി. പക്ഷെ അപ്പുവിന്റെ അച്ഛൻ അത് വാങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴാണ് ആരും അറിയാത്ത സത്യം അഞ്ജലി അറിഞ്ഞത്. അപ്പുവിന് അസുഖം ബാധിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപേ ഒരപകടത്തിൽ അവന്റെ അനിയൻ കണ്ണൻ മരിച്ചുപോയിരുന്നു. ആ സങ്കടം താങ്ങാൻ വയ്യാതെയാണ് അപ്പു മാനസികമായി തളർന്നതും അനിയൻ എവിടെയോ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചതും. പക്ഷേ മരണത്തിനപ്പുറം എവിടെയോ തന്റെ അനിയൻ ആ മിഠായികൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അന്ന് വൈകുന്നേരം അപ്പുവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുകളിൽ പൂക്കളും മിഠായിയും അഞ്ജലി വെച്ചു. അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മിഠായി പൊതികളിൽ വീഴുന്ന മഴത്തുള്ളികൾ അപ്പുവിന്റെയും കണ്ണന്റെയും സന്തോഷക്കണ്ണീരാണെന്ന് അവൾക്ക് തോന്നി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.